അപ്പോൾ എല്ലാവർക്കും ഫോർക്കandwheelsന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു പുതിയ ഡിഷുമായിട്ട് വന്നിരിക്കുന്നത് ഫ്രാൻസുകാരനാണ്. ഫ്രാൻസിന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പെപ്പർ ചിക്കൻ. ചേട്ടൻ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. ഫ്രാൻസിന് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ സാവിസ് കാറ്റേഴ്സിൻ്റെ ഒരു പാർട്ണറാണ്. അപ്പോൾ ഫ്രാൻസ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക അല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കാം. നമുക്കിതിൽ വേണ്ടത് കശുവണ്ടി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, സെല്ലരി, മല്ലിയില, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത്, ചെറുനാരങ്ങ, ചിക്കൻ. അപ്പം നമ്മുടെ പെപ്പർ ചിക്കനുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, എന്തൊക്കെ ചേർക്കേണ്ടതെന്ന്. ഇന്ന് എന്താ അടുത്ത സ്റ്റെപ്പ് എന്താ ചേട്ടാ? ഇത് നമുക്ക് പുരട്ടി വെക്കണം. അതെ, ചിക്കനിലേക്ക് കുറച്ച് മസാല പുരട്ടാനുണ്ട്. അപ്പോൾ ആ മസാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചിയും കൂടി പേസ്റ്റ് ചെയ്ത് ഒരു 1.5 സ്റ്റീൽ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് തിളച്ച് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഇത് നമ്മൾ ശരിക്കും ഫ്രൈ എടുക്കണം അതോ ഹാഫ് ഫ്രൈ? മുക്കാൽ ഭാഗം ഫ്രൈ ആയോ? മുക്കാൽ ഭാഗം ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ചിക്കൻ മൊരിഞ്ഞിട്ടുണ്ട്, നമുക്കതൊരു ബൗളിലേക്ക് വളർത്താം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഗ്രേവിക്ക് ഒഴിക്കുകയാണ്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത്. ഇപ്പം 1.5 ടീസ്പൂൺ ഇഞ്ചി ഇട്ടുണ്ട്. ഇഞ്ചി 1.5 ടീസ്പൂൺ തന്നെ. ഇതൊന്ന് മൂത്ത് വേണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആ എണ്ണയിൽ ഒന്ന് മൂത്ത് തന്നെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഒരു 2 സവാളയാണ് നമ്മൾ എടുത്തേക്കണത്. ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് അത് അതിലേക്ക് ആഡ് ചെയ്യും. ഈ സവാളയൊക്കെ നന്നായിട്ട് വാടി വരണം അല്ലേ? വരണം, ഒരു മുക്കാൽ വാടാവണം. എന്നിട്ട് ഒരു മുക്കാൽ പോർഷനായിട്ട് വാടി വരണം, നല്ല ടേസ്റ്റ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ നമുക്ക്. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള നല്ല വാടിയിട്ടുണ്ടല്ലേ? വാടിയിട്ടുണ്ട്. സവാള വാടി കഴിഞ്ഞപ്പം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഇത് കറിവേപ്പില വാടി അല്ല, അതിലേക്ക് നമുക്ക് സെല്ലരി ഇട്ട് കൊടുത്ത് കുറച്ച് പുതിന, ഈ പുതിന സെല്ലറി കിട്ടുന്ന നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഒന്ന് പച്ചമണം മാറുന്നു അല്ലേ? ഒരു പച്ചമണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് പെട്ടെന്ന് മാറും.
അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ട് ഗരം മസാല ഒരു 2.5 ടീസ്പൂൺ. 2.5 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ടല്ലോ. ഗരം മസാല, കുരുമുളക് പൊടി. ഇതൊക്കെയാണ് ശരിക്കും ടേസ്റ്റ് കൂട്ടുന്ന സാധനമല്ലേ. 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി 2 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്. നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് മൂക്കണമല്ലേ. ആ ഒരു ഇത് കിട്ടും. നന്നായിട്ടൊന്ന് മൂത്ത് തന്നെ ഈ സാധനം. ഈ പച്ചമണം എല്ലാം ഒന്ന് മാറണം അല്ലേ. മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഗ്രീൻ ചില്ലി അല്ലേ. ഒരു 3 ടീസ്പൂൺ. ഒരു 3 ടീസ്പൂൺ ഗ്രീൻ ചില്ലി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ടൊമാറ്റോ സോസ് 3 ടീസ്പൂൺ. ടൊമാറ്റോ സോസ് ഒരു 3 ടീസ്പൂൺ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കശുവണ്ടി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കണത് ഒരു 3 ടീസ്പൂൺ. കശുവണ്ടി അല്ലേ, കശുവണ്ടി പേസ്റ്റ് അല്ലേ. കശുവണ്ടി പേസ്റ്റ് അത് 3 ടീസ്പൂൺ തന്നെ ഇട്ട്. 3 ടീസ്പൂൺ. നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചേക്കണതാണ്. അതിൽ സെല്ലരി, കറയാമ്പ്, പട്ട, കാബേജ്, ക്യാരറ്റ്, സവാള ഇതിട്ട് തിളപ്പിച്ച വെള്ളമാണ്. എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം. അത് കുറച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ഗ്രേവി ആയിട്ട് വരുന്നത്. ഗ്രേവി ആയിട്ട് വരുന്നത്. തിളക്കാണ്ട് നമുക്ക് അതിലേക്ക് ഇച്ചിരി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് കീറിയിട്ടേക്കാം പൊളിച്ചത്. പെപ്പർ ചിക്കൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇടാൻ നോക്കാം. അപ്പോൾ ഗ്രേവി റെഡി ആയിട്ടുണ്ടെന്ന് ചേട്ടൻ പറയണത് അത് ചിക്കൻ ഇടാൻ പോകത്തേക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണല്ലേ ചിക്കൻ. ചിക്കൻ പുറത്തൊരു വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കണം. റോഡ് സൈഡിൽ തന്നെയാണ്. ഇനി അത് നല്ല ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആണല്ലേ. നല്ല സ്മെല്ല്. മറ്റേ കുരുമുളകിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ശരിയായിട്ടുണ്ടല്ലേ. ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ പുരട്ടിയപ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേവിക്ക് എങ്ങനെയാണെന്നുള്ളത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് പോനെ കുറിച്ച് ഇട്ടുണ്ട്. ഉപ്പ് വേണ്ട, പാകത്തിനുള്ള കറക്റ്റ് ഉപ്പുണ്ട്. ഓക്കെ. ആ സോസിൻ്റെ ഒക്കെ നല്ല ഇതുണ്ട്. ഇതിപ്പോൾ പെപ്പർ ചിക്കൻ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീതിലേക്ക് നമുക്ക് ഇച്ചിരി മല്ലിയില ആഡ് ചെയ്യാം. മല്ലിയുടെ ഫ്ലേവർ അല്ല അതിന് നല്ല ടേസ്റ്റ് കൊടുക്കും. നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് കുറച്ച് 3 പുതുമുഖങ്ങളുണ്ട്. ഫ്രാൻസിനെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ഫ്രാൻസിൻ്റെ അനിയനാണ്, ബിജു എന്നാണ് ചേട്ടൻ്റെ പേര് അല്ലേ? ബിജു, ഒരു ഹായ് പറഞ്ഞേക്കോ. ഇത് നമ്മുടെ ഫ്രാൻസിൻ്റെ 2 മക്കളാണ്, ജിത്തും ജുവലും. അപ്പോൾ ഇവർ 3 പേരും കൂടിയാണ് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേര് നിന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ നമുക്ക് അവിടെ നമ്മുടെ അടുത്ത് പിള്ളേർ അങ്ങനെ കിട്ടത്തില്ലായിരുന്നു, എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഇവിടെ ഇവരെല്ലാവരും അടുത്തടുത്ത് എല്ലാവരും ചേട്ടനൊക്കെ താമസിക്കും, അനിയനൊക്കെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഇവർ ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാൻ പോണത്. നമുക്ക് അവിടെ ചോദിക്കാം എങ്ങനെ ടേസ്റ്റ് ചെയ്യണമെന്ന്. ഒന്ന് ടേസ്റ്റ് നോക്കാം എല്ലാവരും. ചൂടുണ്ടോ? ചെറിയ ചൂടുണ്ടേ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഒന്നും പറയലുണ്ട്, കാരണം എൻ്റെ കല്യാണത്തിന് ഒന്നുമില്ല. കാരണം എൻ്റെ കല്യാണത്തിന് ആദ്യമായിട്ടാണ് ഞാൻ ഈ പെപ്പർ ചിക്കൻ കഴിക്കണത്. എൻ്റെ കല്യാണത്തിന് ഒരു ഡിഷായിരുന്നു അന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണിത്, ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട്? അല്ലല്ലേ? ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തില്ല, ഞാൻ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു അന്ന്. ആദ്യമായിട്ട് ഞാൻ പെപ്പർ ചിക്കൻ ആ കല്യാണത്തിൽ വെച്ച് കഴിക്കണം ആദ്യമായിട്ട്. അത് പിന്നെ അവിടെ കുറേ പേർക്ക് അവിടുത്തെ അന്നത്തെ ടേസ്റ്റ് തന്നെ ഇപ്പോഴും ഉണ്ട്. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? പെട്ടെന്ന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പത്തിൻ്റെ കൊടുത്ത് കഴിക്കുന്ന അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കമൻസിൽ അറിയിക്കുക. നമുക്കപ്പോൾ ഫ്രണ്ട്സിനോട് പറയാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സിൻ്റെയും സാബുച്ചൻ്റെയും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടോ ഹെൽപ്പ് വേണമെങ്കിൽ അവരെ വിളിച്ച് സാധിച്ചു തരും അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുണ്ട്. ബൈ.